ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള ആനകളുടെ എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി ഏർപ്പെടുത്തിയിട്ടുള്ളതായ നിയന്ത്രണങ്ങൾ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പരിധിക്കുള്ളിൽ വരുന്നതല്ല. അതിനാൽ ഈ നിയന്ത്രണങ്ങൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും ആനകളെ എഴുന്നള്ളിക്കുവാനുള്ള അനുവാദം നൽകേണ്ടതുമാണ്. ഇത്ര മീറ്റർ അകലത്തിൽ വേണം ആനകളെ എഴുന്നള്ളിക്കാൻ എന്നുള്ള നിയന്ത്രണങ്ങൾ പണ്ട് മുതലേ നടന്നിരുന്ന ആചാരങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വലിയ വസ്തുതയാണ്. വർഷങ്ങളായി തൃശ്ശൂർ പൂരമടക്കമുള്ള തൃപ്പൂണിത്തുറ അടക്കമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആനകളെ എഴുന്നള്ളിപ്പ് ആചാരത്തിൻ്റെ ഭാഗമായി തുടരുന്നതാണ്. ഈ ആചാരങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലുള്ള കോടതി നിയന്ത്രണം അത് ഹൈന്ദവ സമൂഹത്തിന് യോജിച്ചതല്ല എന്നുകൂടി അറിയിക്കുകയാണ്. കേരളത്തിൽ എത്രയോ ലക്ഷം ജന്തുമൃഗാദികളെ ഭക്ഷണത്തിന് വേണ്ടി കൊന്നൊടുക്കുന്നു എന്ന് നമുക്കറിയാം. ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് ഭക്ഷണത്തിന് വേണ്ടി കൊന്നൊടുക്കുന്നത്. അവിടെയൊന്നും കാണിക്കാത്തതായ കാരുണ്യം ആനകളുടെ പേരിൽ മാത്രം കാണിക്കുന്നത് ഉചിതമാവുകയില്ല എന്നുള്ളതാണ്. ആനകൾക്ക് ഈ തരത്തിൽ എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൽ കൊന്നൊടുക്കുന്ന മൃഗങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുള്ളതാണ്. ജന്തുമൃഗാദികളെ കൊന്നൊടുക്കുന്നതിന് യാതൊരു നിയന്ത്രണവും കോടതി ഏർപ്പെടുത്താത്തിടത്തോളം കാലം ഈ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പിന് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ്. വർഷങ്ങളായി ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് അതാത് പ്രദേശത്തെ ക്ഷേത്രത്തിൻ്റെ പ്രൗഢിയുടെയും ഹിന്ദു സമൂഹത്തിൻ്റെയും ഉയർച്ചയുടെ ഭാഗമായിട്ട് നടന്നു വരുന്നതാണ്. അതുകൊണ്ട് ഈ നിയന്ത്രണങ്ങൾ ഹൈക്കോടതി ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ അത് അമിത നിയന്ത്രണമാണെന്നും കൂടി പറയാൻ ആഗ്രഹിക്കുക. ഇത്തരം അമിത നിയന്ത്രണങ്ങൾ ആചാര അനുഷ്ഠാനങ്ങളിൽ ഹൈക്കോടതി ഏർപ്പെടുത്താൻ പാടില്ല എന്നും ഇവയൊക്കെ തീരുമാനിക്കേണ്ടത് ക്ഷേത്രത്തിലെ ആചാര്യന്മാർ, തന്ത്രിമാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ തുടങ്ങിയിട്ടുള്ള ആളുകളാണെന്നും അതിനാൽ ഈ വിഷയത്തിൽ ഒരു പുനഃപരിശോധന ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്.